തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്കിനി അവിടെ നിന്ന് അറിയേണ്ടതുണ്ട്. നമുക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. മറ്റു ചില വാർത്തകളിലേക്ക്. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടെ കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തല ഉയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ. തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴിതുറന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരപ്രേമികളിലേക്കെത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭവാനന്ദ, ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്നായിരുന്നു ഉദ്ഘാടനം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ എം കെ വർഗീസ്, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അതിനെല്ലാം വിരാമമിട്ട് തിടമ്പേറ്റാനുള്ള ഒരുക്കത്തിലാണ് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തനായി ചെമ്പുകാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാകും രാമരാജാവ് ഇക്കുറി ഏറ്റുവാങ്ങുക. ആ വാർത്തയിലേക്ക് നമുക്ക് തിരികെ എത്തുന്നതിന് മുന്നേ തൃശ്ശൂര് പൂരാവേശത്തിൽ അലിഞ്ഞ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്.
തൃശ്ശൂരിനെ ആവേശത്തിലാക്കി തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെ. ഇനി പാറമേക്കാവ് ഇഞ്ചോടിഞ്ച് മത്സരത്തിന് ഒരുങ്ങി തന്നെയാണ് പാറമേക്കാവും അടുത്ത മത്സരത്തിലേക്ക് കടക്കുക. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേരള വിഷൻ ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരനഗരിയിൽ നിന്നും കാളിദാസൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. അവസാനിക്കാറായോ കാളിദാസ്? അക്ഷരാർത്ഥത്തിൽ വർണ്ണവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങിയിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തി സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇനി പാറമേക്കാവിൻ്റെത് അടക്കം നമുക്ക് കാണേണ്ടതുണ്ട്. തൃശൂർ പൂരനഗരിയിൽ നമ്മളോടൊപ്പം കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ഏകദേശം അവസാനിക്കാറായോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? നമുക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചെത്താം. ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ആനയായിരിക്കും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇത്തവണ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും അതിനെല്ലാം വിരാമമിട്ട തിടംപേറ്റാനുള്ള ഒരുക്കത്തിലാണ് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെമ്പുകാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിടമ്പാകും രാമരാജാവ് ഇക്കുറി ഏറ്റുക. ഉയർന്ന മസ്തകം, കൊഴുത്തുരുണ്ട ഉടൽ, ഉറച്ച കാലുകൾ, ആനച്ചന്തത്തിന്റെ പര്യായമാണ് രാമനെന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഉത്സവപ്പറമ്പുകളിലേക്ക് തന്റെ വാഹനമായ രാമരഥത്തിൽ എത്തുന്നതോടെ ആനപ്രേമികളുടെ ഒന്നാകെയുള്ള രാമ എന്ന വിളി മുഴങ്ങും. ഇത്രയധികം ആരാധകർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ആന കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഉത്സവങ്ങളിൽ തിടമ്പേറ്റി തല ഉയർത്തിപ്പിടിച്ചുള്ള ആ നിൽപ്പ് കാണേണ്ട കാഴ്ച തന്നെയാണ്. ലക്ഷണമൊത്ത 18 നഖവും നിലം മുട്ടുന്ന തുമ്പിക്കൈയുമെല്ലാം ഈ ഗജരാജന്റെ സൗന്ദര്യം ഉയർത്തുന്ന ഘടകങ്ങളിൽ ചിലതു മാത്രമാണ്. 1982 കേരളത്തിലെത്തിച്ച ആനയെ 1984 തെച്ചിക്കോട്ടുകാവ് ദേവസ്വം വാങ്ങി രാമചന്ദ്രൻ എന്ന പേര് നൽകുന്നത്. ഇതോടെ രാമൻ പൂർണ്ണമായും തൃശ്ശൂർക്കാരനായി. കേരളത്തിന് പുറത്തു നിന്നുവരെ ആനയെ കാണാൻ ആരാധകർ എത്തുന്നുണ്ടെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് ബിനോയ് പറയുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, കൊല്ലത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. ആനയുടെ കൂടുതൽ സ്ഥിരം പരിപാടിക്ക് വരുന്ന ആൾക്കാരുണ്ട്. പെരാമംഗലത്താർ മാത്രമല്ല, പുറമുള്ള ആൾക്കാരുണ്ട്. അതിന് ഇതിൻ്റെ സ്നേഹിക്കുന്നതിന് മറ്റേ അതിർവരമ്പുകളില്ലാന്ന് മനസ്സിലായി. പിന്നലെ ഇപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാമായിരുന്നു, ഒരു ട്രിച്ചിയിൽ നിന്നൊരു പയ്യൻ വന്നിരുന്നു. അവനൊരു ജോത്സ്യനാണ്. ഇന്നലെ വന്ന് ആനനെ പൂജയൊക്കെ ചെയ്ത് പാപ്പന്മാർക്ക് ഡ്രസ്സുകളൊക്കെ കൊടുത്ത് വഴിപാട് അമ്പലത്തിൽ ചെയ്തവൻ പോയി. അതൊക്കെ നമ്മളെ അല്ലല്ലോ, അവരുടെ ഒരു ആരാധനയല്ലേ. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലാന്ന്. ഒരു 5 മണിക്ക് രാവിലെ, 5 മണിക്കല്ല 4:30 വന്നോളൂ. മറ്റേ 4 മണിക്ക് കഥന പൊട്ടും. ആ കഥന പൊട്ടിയ സമയം തൊട്ടിട്ട് നിങ്ങൾ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് വൈകുന്നേരം 9 മണി വരെ ഇരുന്ന് ഏകദേശം രൂപ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് അറിയിക്കാൻ പറ്റിയൊരു സംഭവമല്ല അത്. ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനെത്തില്ലെന്ന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചിരുന്നു. എന്നാൽ
പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പൂരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ സ്ഥാനമെന്ന് പാപ്പാൻ രാമൻ പറഞ്ഞു. അവനെപ്പറ്റി പറയണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, കാരണം വെച്ച് കഴിഞ്ഞാൽ രാമൻ്റെ നടത്ത, രാമൻ്റെ സ്വഭാവം, രാമൻ പോയി ഇവിടുന്ന് വഴി നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കിലോമീറ്റർ വേണമെങ്കിൽ നടക്കും. ഒരു മടിയും കൂടാതെ എല്ലാ പ്രവർത്തികളാണ് രാമന് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതിനോടുള്ളൊരു താല്പര്യമാണ് രാമനോട് ഏറ്റവും കൂടുതൽ. എന്നാൽ ധാരാളം കാണികൾ ആരാധകരും രാമന് ഞങ്ങളെ സംബന്ധിച്ചിട്ട് പൂരപ്പറമ്പ് നിറയുന്ന, രാമൻ വരണമെന്ന് പറഞ്ഞാൽ തന്നെ അവർ പൂരപ്പറമ്പ് നിറച്ച ജനങ്ങളാണ്. രാമൻ എവിടെ ചെന്നാലും 15 ആനകളുടെ ഇടയിൽ പോയിട്ട് രാമൻ നിന്ന് കഴിഞ്ഞിട്ട് വെച്ചാൽ രാമൻ്റെ തലയെടുപ്പിനെ കുറിച്ചിട്ടാണ് രാമനെക്കുറിച്ചുള്ള ആരാധകർ രാമനെ തേടി വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ആനയുടെ ഇടയിൽ പോയാലും രാമൻ നിൽക്കുന്ന ഒരു പ്രത്യേകത, രാമൻ തലയെടുത്ത് പിടിച്ച് നിൽക്കുക കഴിഞ്ഞാൽ ഇത് രാമനാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും തിരിച്ചറിയാം. അതുകൊണ്ടാണ് രാമനോട് ഇത്ര ആരാധകരുള്ളത്. 5 വർഷം തൃശൂർ പൂരത്തിനായി തെക്കേ ഗോപുര നട തുറന്നിടാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളമൊട്ടാകെയുള്ള ആനപ്രേമികൾ കാത്തിരിപ്പിലാണ് തിടമ്പേറ്റി വരുന്ന രാമനെ കാണാൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.